ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. പുതുവർഷത്തിൽ പുത്തനുണർവുമായി കേരള ബ്ലാസ്റ്റേഴ്സും ഇവാൻ വൊക്കമനോവിച്ചും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയായി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ 2023 ISLൻ്റെ ടേബിൾ ടോപ്പേഴ്സായി തന്നെ 2023 അവസാനിപ്പിച്ച കേരളത്തിൻ്റെ കൊമ്പന്മാർ 2024 പുത്തനുണർവുമായി പുതിയ താരങ്ങളെ കൊണ്ട് ISLലേക്ക് മടങ്ങിയെത്തുകയാണ്. നമുക്കറിയാം, പരിക്കേറ്റ നമ്മുടെ സ്വന്തം നായകൻ മാന്ത്രികൻ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് എത്തിക്കുമെന്ന് നേരത്തെ തന്നെ പരിശീലകൻ ഇവാൻ വൊക്കമനോവിച്ച് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വാക്കിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന മുഹൂർത്തങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, 2023 അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടേബിൾ ടോപ്പേഴ്സായി തന്നെയാണ് 2023 അവസാനിപ്പിച്ചത്. അവസാന മത്സരത്തിൽ FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് സമനിലയിൽ പിരിഞ്ഞതോടുകൂടി 12 കളിയിൽ നിന്ന് 26 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് 2023 ടേബിൾ ടോപ്പേഴ്സായി തന്നെയാണ് അവസാനിച്ചത്. സീസൺ 2023 അവസാനിപ്പിച്ചത്. 2024 കൂടുതൽ കരുത്തേറിയ മത്സരങ്ങൾക്ക് വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നായകൻ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ അതിനിടയിലായിരുന്നു നമുക്കറിയാം, അൽവാരോ വാസ്കസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തനായ പോരാളി കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ് അൽവാരോ വാസ്കസ് തവണ ഗോവ റിലീസ് ചെയ്ത താരമായിരുന്നു. അപ്പോൾ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പല റൂമറുകളും ആ ഒരു സമയത്ത് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം അൽവാരോ വാസ്കസ് കേരളത്തിലേക്ക് വന്നില്ല. പകരം നമ്മൾ സൈൻ ചെയ്ത താരമായിരുന്നു ഘാന സ്ട്രൈക്കർ ക്വാമി പെപ്രയെ. സോ സീസൺ തുടക്കത്തിൽ നിറമങ്ങിയ ക്വാമി പെപ്ര അവസാന മത്സരങ്ങളെല്ലാം വളരെ ഫോമിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, ഇവാൻ വൊക്കമനോവിച്ചിനെ സംബന്ധിച്ച് വളരെ ആശ്വാസമേകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അൽവാരോ വാസ്കസിനെ സംബന്ധിച്ച് വാർത്തകൾ പലതരം വന്നുകൊണ്ടിരിക്കുകയാണ്. അൽവാരോ വാസ്കസ് തൻ്റെ നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന സ്പാനിഷ് ക്ലബ്ബായ SD പോൻഫെറാഡിനയുമായുള്ള കരാർ റദ്ദാക്കിയിരിക്കുകയാണ്. ടീമും മാനേജ്മെൻറ്റും താരവും മ്യൂച്വലി പിരിഞ്ഞിരിക്കുകയാണ്. സോ അതിനാൽ തന്നെ അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി എത്തുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിലവിൽ വരുന്ന റൂമറുകൾ. നമുക്കറിയാം, അൽവാരോ വാസ്കസിന് തന്നെയായിരിക്കും, അഥവാ ലൂണയ്ക്ക് പകരക്കാരനെ ഒരു താരത്തെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും അൽവാരോ വാസ്കസ് എന്ന സ്പാനിഷ് താരം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സീസണിൽ ഹൃദയഭാഗം തന്നെയായിരുന്നു അൽവാരോ വാസ്കസ്. എഡ്രിയാൻ ലൂണയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ വൊക്കമനോവിച്ചിന് വിശ്വസ്തനായ പോരാളി ഒടുവിൽ കഴിഞ്ഞ സീസണിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു FC ഗോവയിലേക്ക് പോയത്. പക്ഷേ തീർത്തും നിറമങ്ങിപ്പോയ സീസൺ തന്നെയായിരുന്നു അൽവാരോ വാസ്കസിൻ്റെ. സോ അതിനാൽ തന്നെ ഗോവ അൽവാരയെ റിലീസ് ചെയ്തിരുന്നു. സോ അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് കാത്തിരിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി ചേർന്നുള്ള ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ ജേഴ്സി അണിഞ്ഞുള്ള ഫോട്ടോകളൊക്കെ അദ്ദേഹം നിരന്തരം ഇൻസ്റ്റയിൽ പങ്കുവയ്ക്കുക നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. സോ നിലവിൽ സ്പാനിഷ് ക്ലബ്ബുമായി വേർപിരിഞ്ഞ അൽവാരോ വാസ്കസ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ 2024 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ പരിക്കേറ്റ നായകൻ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി ടീമിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അങ്ങനെയെങ്കിൽ അൽവാരോ വാസ്കസ് കൂടി എത്തിയാൽ അൽവാരോ ദിമി ക്വാമി പെപ്ര സഖ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിഡിലൻ പോരാട്ടവീര്യം പുറത്തെടുക്കുന്ന കേരളത്തിൻ്റെ വിശ്വസ്തരായ ഗോൾ വെട്ടക്കാരുടെ കൂട്ടത്തിലേക്ക് അൽവാരോ വാസ്കസ് കൂടി എത്തുകയാണെങ്കിൽ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് 2024 ആ ഒരു ISL കിരീടം നേടാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.